ശരിക്കും ശബ്ദത്തിൻ്റെ പ്രത്യേകത, ശബ്ദത്തിൻ്റെ ശബ്ദം ഭയങ്കര രസമാണ് അല്ലേ? അതിനെക്കുറിച്ച് ആളുകൾ പറയാറില്ലേ? ഞാൻ സംസാരിക്കുന്നതാണോ? സംസാരിക്കുമ്പോഴും പാടുമ്പോഴും. സംസാരിക്കുന്ന സൗണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത് ഈ സൂഫി എന്ന് പറയുമ്പോൾ അത് പറയാനുണ്ട്. കാര്യം നമ്മൾ നോർമലി ഇപ്പോൾ പാടി വന്നുകൊണ്ടിരുന്ന ശൈലി എന്ന് പറയുന്നത് ഫീമെയിൽ ആ ഒരു ഫോൾസെറ്റോ ടോണിലാണ് സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ കേട്ട് വരുന്ന ബേസ് ടോണിലല്ലാണ്ട്. ഇപ്പോൾ വെണ്ണില ചന്ദനക്കിണ്ണ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശുക്രി ആയിക്കോട്ടെ, ഇതൊക്കെ പാടിയിരിക്കുന്നത് നമ്മുടെ ഈ ബേസ് ടോണിലല്ല. പക്ഷേ അത് സൂഫി കൺസേർട്ട്സ് ഞാൻ പാടി തുടങ്ങിയ സമയത്ത് ഈ വളരെ ഹൈ പിച്ച്, ഇപ്പോൾ നസ്രത്ത് സാബിൻ്റെ ഒക്കെ ഛാപ്തിലൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഖവാലീസ് ഒക്കെ പാടുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ഹൈ പിച്ചിലാണ് പാടുന്നത്. കാര്യം അങ്ങനെ അത്രയും ഹൈ റേഞ്ചിൽ പാടുമ്പോഴായിരുന്നു എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. പക്ഷേ പിന്നീട് ഞാനത് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സനമാർവി ആയിക്കോട്ടെ, ആബിദാജി ആയിക്കോട്ടെ, അങ്ങനെ ആരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ ബേസ് ടോണിൽ പാടുന്നുണ്ട്, ബേസ് ടോണിലാണ് പാടുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു ആ ഒരു റിയൽ എക്സ്പ്രഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ റിയലായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ബേസ് ടോണിൽ പാടുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ സോങ് മിഠായി ഇഷ്ക് വി തൂ ഞാൻ എൻ്റെ റിയൽ വോയിസിലാണ് പാടിയിരിക്കുന്നത്, ഈ സംസാരിക്കുന്ന ടോണിൽ തന്നെയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ സൂഫി മ്യൂസിക് എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പ്രഷൻ ഫീമെയിൽ സിംഗേഴ്സിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഒറിജിനൽ റിയൽ ടോണിൽ തന്നെ പാടുമ്പോഴാണ് അത് വരുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കണം എല്ലാവരും അങ്ങനെ തന്നെ പാടുന്നത്. ഒരുപാട് പാട്ട് കേൾക്കുമോ? അങ്ങനെയുള്ള പാട്ടുകളാണ് പൊതുവെ കേൾക്കുന്നത്? 24 hours ഇത് തന്നെയാണ്, ചെവിയിൽ ഇതുണ്ടാവും, പാട്ട് കേട്ടുകൊണ്ടിരിക്കും. എല്ലാത്തരം സോങ്സും കേൾക്കാറുണ്ട് ഞാൻ. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ റോക്ക് കേൾക്കാറുണ്ട്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് അതെങ്ങനെയാണ്. ഞാൻ കച്ചേരിക്ക് പോകുമ്പോൾ എനിക്കത് പാടാനൊരു എന്താ പറയണ്ടേ, ഒരു എൻകറേജ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഞാൻ റോക്ക് കേൾക്കണം, മെറ്റൽ കേൾക്കും. അപ്പോൾ അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ഫോക്ക് കേൾക്കാറുണ്ട്, ട്രൈബൽ സോങ്സ് കുറേ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഖവാലീസ് കേൾക്കുന്നതിനിടയ്ക്കാണ് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, ഫുൾ ടൈം നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട് സോങ്സ്, പല സ്ഥലങ്ങളിൽ സോങ്സ് കേൾക്കാറുണ്ട്. അപ്പോൾ വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ചിലതൊക്കെ കേട്ട് കഴിയുമ്പോൾ. അങ്ങനെ എല്ലാത്തിലും കൂടി ഇങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ട് നിൽക്കുവാണ് ഇപ്പോൾ. ഈ ശബ്ദത്തിന് എപ്പോഴും അമ്മയുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ശബ്ദം അല്ലേ? ശരിക്കും ശബ്ദം എന്ന് പറയുന്ന ഒരു മിടുക്കിയായിട്ട് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ അമ്മയ്ക്കൊരു വലിയ പങ്കുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അമ്മയായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരുന്നത്? അമ്മ ഇപ്പോൾ ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. നമ്മളാകെ അന്ന് പെട്ടുറുമാലിൽ പറയുമ്പോഴാണ് ഇവിടെ ഉള്ളവർ പോലും അറിയണത്. അന്നും ശബ്ദം പറഞ്ഞാൽ എനിക്ക് അമ്മ ഇല്ല എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പോലും ഇഷ്ടമില്ല എന്ന് തന്നെ. അത് മേ ബി അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ ഈ ഒരു സൂഫി ലൈനിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ്സിംഗ് ഒക്കെ മാറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് നോർമലായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം അള്ളാഹുവിനെ നമ്മൾ ആ ഒരു ശക്തി നമ്മൾ കാണുന്നില്ല. നമ്മൾ 24 മണിക്കൂറും അല്ലെങ്കിൽ നമ്മൾ 24 hours ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസമല്ലേ? അപ്പം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അമ്മ എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ വളരെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടില്ല, പക്ഷെ വളരെ ഈ പറഞ്ഞ പോലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി പാട്ടുപാടി അങ്ങനെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ബാൻഡ് സെറ്റ് ചെയ്യണം എന്നും എന്നോട് എപ്പോഴും പണ്ട്. ബാൻഡിനെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞില്ല. ശരിക്കും ബാൻഡ് എന്നുള്ള ഒരു ആശയം വരുന്നത് ഏത് സമയത്താണ്? ഈ ബാൻഡ് ഫോം ചെയ്യാം എന്ന് പറയുന്നത് തന്നെ ഈ ബുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത്. മമ്മിയുണ്ട്. അപ്പോൾ മമ്മിക്ക് അതിന് മുമ്പേ മമ്മി പറയും കേട്ടോ, ഒരു ബാൻഡ് വേണം, കാര്യം ഞാൻ അങ്ങനെ മമ്മിക്കും എന്നെ പോലെ തന്നെ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ഞാൻ ചെയ്യണം ഈ മൂവീസിൽ പാടുന്ന. അങ്ങനെയല്ല, എന്തെങ്കിലും എൻ്റേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ നീ ചെയ്യണം, അങ്ങനെ മമ്മിക്കുണ്ടായിരുന്നു. അപ്പോൾ ബാൻഡെന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫീമെയിൽ ട്രഡീഷണൽ ഖവാലിയാണ് ഇന്ത്യയിൽ തന്നെ. അപ്പം അങ്ങനെ റൈറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ കൺട്രിയിലെ തന്നെ ആദ്യത്തെ. കാര്യം അങ്ങനെ ഒരു ട്രഡീഷണലി ഇല്ല. ഇപ്പോൾ നൂറാൻ സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും അവരുടെ ഒരു ശൈലിയിലാണ് പാടുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ സ്റ്റൈലെന്ന് പറയുന്നത് നസ്രത്ത് സാബിൻ്റെ ഒക്കെ സ്റ്റൈലാണ്. അതായത് നമ്മൾ മെയിൻ സിംഗർ
ഇംപ്രവൈസ് ചെയ്യും. ബാക്കിംഗ് വോക്കൽസ് കോ സിംഗേഴ്സ് ഇരുന്നിട്ട് അവർ ഇങ്ങനെ പാടിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഈ റിപ്പീറ്റ് ചെയ്ത് പാടി തരുമ്പോൾ ഈ മെയിൻ വോക്കലിസ്റ്റിന് ഇംപ്രവൈസ് അവരുടെ ഒരു ഈ എക്സ്റ്റസി ഒരു തലത്തിലേക്ക് എത്തുകയും ഒരു സ്പിരിച്വാലിറ്റി ആ ഒരു ഹൈ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തുകയും അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇംപ്രവൈസ് ചെയ്തിട്ട് അവർ മറ്റൊരു തലത്തിൽ നിന്നിട്ട് പാടും. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് കോസിംഗേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ പല സൈഡിൽ നിന്ന് അവരും ഇതിൽ ഈ പറഞ്ഞ പോലെ അതിൽ എക്സൈറ്റഡ് ആയിട്ട് പല സൈഡിൽ നിന്നൊക്കെ പാടുന്നത്. അങ്ങനെയാണ് ആ ഒരു ട്രഡീഷണൽ ഖവാലി സ്റ്റൈല്. അപ്പോൾ അതാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. ഇപ്പം ബാൻഡ് എത്രത്തോളം ആക്റ്റീവാണ്? പല സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഷോസ് ചെയ്യുന്നുണ്ട്. ഈ കോവിഡിൻ്റെ ടൈമാണ് നമുക്കൊരു എല്ലാവരെയും പോലെ തന്നെ ആ ഒരു സമയത്ത് ആയിരുന്നു. പക്ഷേ ശരിക്കും നമ്മൾ ബാൻഡ് ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ഷോസ് വന്ന സമയത്താണ് നമുക്ക് ഈ കോവിഡ് വന്നത്. പക്ഷേ അതിന് ശേഷവും കുറേ ഗവൺമെൻറ് ഷോസ് ആയിക്കോട്ടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പിന്നെ ഡൽഹിയിൽ നിന്നൊക്കെ കോൾസ് വന്നിട്ടുണ്ട് ഷോസ് ചെയ്യാനായിട്ട് ഈ സോങ് കണ്ടിട്ട്. ശരി, ശരിക്കും ശബ്നത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പട്ടുമാലിൻ്റെ കുടുംബാംഗമാണ്. അപ്പം മാപ്പിളപ്പാട്ടിൽ നിന്ന് ശബ്നത്തിനെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സൂഫി എന്നൊക്കെ പറയുമ്പോഴും. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പട്ടുമാലിൽ പാടിയതോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേജ് ഷോസിലൊക്കെ പാടുന്ന ഒരു മാപ്പിളപ്പാട്ടൊന്ന് പാടുമോ? പാടാം. കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ. കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ.